അമേരിക്കയിലെ പ്രൊഫഷണൽ ഓർഗനൈസേഷനായ സൈക്യാട്രിക് അസോസിയേഷനും സൈക്കോ അനലിറ്റിക്കൽ അസോസിയേഷനും തമ്മിലൊരു ഡിബേറ്റ് നടക്കുകയാണ്. ട്രംപിന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചാണ് ഡിബേറ്റ്. അതിൽ സൈക്യാട്രിക് അസോസിയേഷൻ പറയുന്നത് അദ്ദേഹത്തിന് മലിഗ്നന്റ് നാർസിസം, കോഗ്നിറ്റീവ് ഡിക്ലൈൻ പോലുള്ള ബിഹേവിയർ ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ്. ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു ആർട്ടിക്കിളാണിത്. ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത പെരുമാറ്റവും തീവ്രമായ പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നു എന്നതാണ് ഇതിന്റെ ഹെഡിങ്. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെ ഇറാനെ നാമാവിശേഷമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും മാർപ്പാപ്പയെ വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് കൂടുതൽ സമനില തെറ്റിയ അവസ്ഥയിലാണോ എന്ന് അദ്ദേഹത്തിന്റെ മുൻ സഖ്യകക്ഷികളും ഉപദേശകരും പോലും സംശയിക്കുന്നു. ഭ്രാന്തനെന്നും ചിത്തഭ്രമം സംഭവിച്ചയാളെന്നുമാണ് അവർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്നും സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയൊരു ആർട്ടിക്കിളാണ്, ഞാൻ ചുരുക്കി പറയാം. ഈ ലേഖനം പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാനസികാരോഗ്യം, അതുപോലെ ഭരണഘടനയിലെ 25ാം ഭേദഗതി എന്നിവയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു ചർച്ചയെന്ന് ചോദിച്ചാൽ, ട്രംപിന്റെ സമീപകാല പ്രസംഗങ്ങളിലെയും പെരുമാറ്റത്തിലെയും മാറ്റങ്ങൾ വലിയ ആശങ്കയുണ്ടാക്കുന്നതായും അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ മറന്നു പോകുന്നതായും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ട്രംപ് പലപ്പോഴും ഭ്രാന്തമായ രീതിയിൽ പെരുമാറുന്നുവെന്നും ഇറാനെതിരെയുള്ള യുദ്ധഭീഷണിയും മാർപ്പാപ്പയെ പോലുള്ള ഒരു വ്യക്തിക്കെതിരെയുള്ള വിമർശനങ്ങളും ഇതിന്റെ ലക്ഷണമാണെന്നും ലേഖനത്തിൽ പറയുന്നു. മാത്രമല്ല, തന്നെ ഒരു ദൈവതുല്യനായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള AI ചിത്രങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ട്രംപിന്റെ മാനസിക നില തെറ്റിയെന്നും അതിനാൽ 25ാം ഭേദഗതി പ്രകാരം പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ അയോഗ്യനായിട്ട് കാണിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് വൈറ്റ് ഹൗസിലെ ചില മുൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നിരീക്ഷകരും ആവശ്യപ്പെടുന്നുവെന്നും ലേഖനം പറയുന്നു. അതായത് പ്രസിഡന്റിന്റെ സമ്മതമില്ലാതെ തന്നെ വൈസ് പ്രസിഡന്റും ക്യാബിനറ്റും ചേർന്ന് പ്രസിഡന്റ് ആ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനായിട്ട് കാണിച്ചുകൊണ്ട് പുറത്താക്കാൻ സാധിക്കുന്ന ഒരു നിയമമാണ് അമേരിക്കൻ ഭരണഘടനയിലെ 25ാം ഭേദഗതി. ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് ട്രംപിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും വൈറ്റ് ഹൗസും പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിത നീക്കമാണ്, ട്രംപ് എന്തുകൊണ്ടും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ് എന്നൊക്കെയാണ്. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ മാനസിക യോഗ്യത സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വിവാദം നടക്കുന്നു. ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം പരിശോധിക്കണമെന്നുമുള്ള വാദങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ശക്തമാകുന്നു എന്നതാണ് ഈ ലേഖനം വ്യക്തമാക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അമേരിക്കയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഡിബേറ്റ് അവരുടെ പ്രസിഡന്റിന്റെ മാനസികാരോഗ്യ നില എന്താണ് എന്നതിനെ കുറിച്ചാണ്.